Hello viewers, namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരു 3-4 സ്റ്റോക്കുകൾ ഞാൻ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് വഴി എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് കറക്റ്റായ രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കാനറാണ്. ഇത് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കും സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതിനകത്ത് ഇപ്പം ഇതിനകത്ത് സീപ്ല, ഫോർ എക്സാമ്പിൾ നമുക്ക് സീപ്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു രണ്ട് റെഡ് ആരോ ഉണ്ട്, ഒരു ഗ്രീൻ ആരോ ഉണ്ട്. അതായത് ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷേ മാർക്കറ്റ് അതിൻ്റെ ഇടയ്ക്ക് അതായത് ഇറങ്ങുകയും കയറുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് ഒരു കൺഫേം ട്രെൻഡ് ഇല്ല. അതുപോലെ ACC നോക്കുകയാണെങ്കിൽ 3 ഗ്രീൻ ആരോ ആണ്. അതായത് മാർക്കറ്റ് അവിടെ ഫുൾ അപ്പ് ട്രെൻഡ് തന്നെയാണ്. അതായത് 3 ഫുള്ള് ഗ്രീൻ ആരോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രെൻഡ് ഫുൾ അപ്പ് എന്നർത്ഥം, ഫുള്ള് റെഡ് ആരോ ആണെങ്കിൽ ഡൗൺ ട്രെൻഡ് എന്നർത്ഥം. രണ്ടും മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ട്രെൻഡ്, അതായത് കൺഫേം ഒരു ട്രെൻഡ് ഇല്ലെന്ന് അർത്ഥം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ACC ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം 3 ഗ്രീൻ ആരോസ് അല്ലേ. അപ്പോൾ ഞാൻ ACCയുടെ ട്രെൻഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ 1 ഹവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് റേറ്റ് 2386. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്ന ലൈവായിട്ട് ഒരു പെർഫോമൻസ് നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഏത് സെഗ്മെൻറ്റിലും ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ, ഇക്വിറ്റീസ്, കമോഡിറ്റീസ്, ഫോറക്സ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ഇത് ഡെമോ ക്ലാസ് നമ്മൾ തരും. അപ്പോൾ ഈ താഴെ എൻ്റെ നമ്പറുണ്ട്, വിളിക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിൽ വരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ACCയിലേക്ക് കാണുന്നതിന് മാർക്കറ്റ് റേറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിൽ അപ്പാരാണ് ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ. സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ ഇൻഡിക്കേഷൻ തരും, ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ വരും. അലേർട്ടിനകത്ത് ഏത് കാണിച്ചാലും ഏത് റേറ്റിൽ എൻട്രി ചെയ്യണം, ഏത് റേറ്റിൽ സെൽ ചെയ്യണം, ഏത് റേറ്റിൽ എൻട്രി ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ബൈ ആണെങ്കിൽ സെൽ ആണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം അലേർട്ടിൽ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അലേർട്ട് ഞാൻ കാണിച്ചിട്ടാണ്, WinTrader സ്കാനർ ട്രെൻഡ് ഡിക്റ്റേറ്റഡ്. അതായത് സ്കാനറിൽ ഒരൊറ്റ സ്ക്രിപ്റ്റിൽ അതിനകത്ത് ഇപ്പോൾ ട്രെൻഡ് പുതിയതായിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നിഫ്റ്റിയാണ്. അതായത് നിഫ്റ്റിൽ എന്തോ ഒരു ട്രെൻഡ് അവിടെ വന്നിട്ടുണ്ട്. അതാണ് സ്കാനർ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ട്രെൻഡ് അറിയണമെങ്കിൽ ഇതുപോലെ സ്കാനറിൽ ആഡ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതിനകത്ത് സിഗ്നലിൻ്റെ കൺഫർമേഷൻ കൂടെ പറഞ്ഞുതരാം. സിഗ്നൽ എല്ലാ സോഫ്റ്റ്വെയറിന് എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കില്ല. അപ്പം സ്വിംഗ് ട്രേഡിങ് നമ്മൾ ബൈ സിഗ്നൽ എടുക്കുമ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ പാർട്ട് കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ വന്നതിന് ശേഷം, ആരോ വന്നതിന് ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം, പ്രൈസ് ഇൻ ബൈ സോൺ. അതുപോലെ ഈ ആരോയുടെ തൊട്ട് താഴത്തൊരു ബാറുണ്ട്, ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ കളറിലോട്ട് വരണം. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കണം, ഇപ്പം താഴത്തെ ബാർ ഇല്ലായിരുന്നു, നോ പ്രോബ്ലം. നമുക്ക് ബാർ വന്ന ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ വന്ന് നമുക്ക് ആ ടൈമിൽ എൻ്റർ ചെയ്ത് വെച്ചാൽ മതി. താഴത്തെ ബാറും പ്രൈസ് സോണും ഓക്കെ എന്ന ടൈമിൽ ഡയറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. അവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു കയറ്റം കയറി ഇപ്പം നോക്കുകയാണെങ്കിൽ 263 പോയിന്റോളം കയറി നിൽക്കുവാണ്. അപ്പം സ്വിംഗ് ട്രേഡിങ്ങിനെന്ന് വെച്ചാൽ നമുക്കൊരു മോർ ദാൻ 95% ആക്യുറസിയാണ് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് കിട്ടുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൽ. അപ്പം നമുക്ക് ലോസ് മാക്സിമം ഒഴിവാക്കി ഇതിനകത്ത് ഈ ഒരു സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇത്തരമുള്ള സിഗ്നൽ വന്ന ശേഷം 2 കൺഫർമേഷൻ നമുക്ക് ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടത് ഇത് താഴത്താണ്. ഇപ്പം ഞാൻ ACCയുടെ കാണിച്ചാൽ, ഞാൻ സീപ്ലയുടെ കാണിക്കുകയാണെങ്കിൽ സീപ്ലയെ നമുക്ക് ബൈ വന്നിരിക്കുന്നത് 28 ഡിസംബറിലാണ്. അതിപ്പോഴും കണ്ടിന്യൂ ആണ്. 22 പോയിന്റ് കയറിയിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ഡൗണിലോട്ട് പോവാണ്. അതാണ് ആ സീപ്ലയിൽ ഞാൻ നേരത്തെ ട്രെൻഡ് കാണിച്ചു തന്നില്ലേ, 2 റെഡ് ആരോ വന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റ് ഇറങ്ങുവാണ്. അതുകൊണ്ടാണ് അവിടെ ആ റെഡ് ആരോ കാണിച്ചത്. അപ്പം നമുക്ക് ഒറ്റയടിക്ക് ആ ട്രെൻഡ് സ്കാനറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സീപ്ലയിൽ 1260 നമുക്ക് ബൈ വന്ന് അത് ഓൾറെഡി നമ്മൾ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് കേട്ടോ. സിഗ്നൽ വരുമ്പോൾ ടാർഗറ്റ് എല്ലാം താഴത്തെ ബോക്സിൽ ഡിസ്പ്ലേ വരും, സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ വരുവേ. അപ്പോൾ ഇതിനകത്ത് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് ഇനിയിപ്പോൾ റിലയൻസിൻ്റെ കാണിക്കുകയാണെങ്കിൽ റിലയൻസിൽ നമുക്ക് 27 ഡിസംബറിൽ വന്നതാണ്, 2592 വന്നെയാണ്. അത് ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പം ബൈ തന്നെയാണ്, ബൈ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഒരു സൈഡേ പോയ ശേഷം ഇപ്പോഴും ബൈ കണ്ടിന്യൂ ആണ്. ഇനിയിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രെൻഡായിരുന്നു. നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ 22 ഡിസംബറിൽ വന്ന ബൈ ആണ്, 728 വന്നതാണ്. ഇപ്പോൾ 67 പോയിന്റ് കയറി നിൽക്കുകയാണ്. ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ വരുമ്പോൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം ഇതുപോലെ ഡിസ്പ്ലേ വരും. വളരെ സിമ്പിളായിട്ട് നമ്മൾ മോർ ദാൻ 95% ആക്യുറസി ഈ ഒരു സ്ട്രാറ്റജി ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കാണാനോ പഠിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറുണ്ട്, വിളിക്കുക. ആൻഡ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ.